മന്ത്രി കൊച്ചമ്മ വരുന്നുണ്ടേ, ആർപ്പോ ഇറോ കൈകൊട്ടിപ്പാടാം വരവേറ്റിടാം വരവെതിരേറ്റിടാം. ആരോഗ്യമന്ത്രിണിയാണേ ആഡംബരം ഒത്തിരി വേണേ, ആരോഗ്യമന്ത്രിണിയാണേ ആഡംബരം ഒത്തിരി വേണേ, കപ്പിത്താനെ തള്ളിമറിച്ച് തള്ളിക്കേറ്റി ഏറിക്കേറ്റിയിടും. എന്തൊക്കെയാണോ ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? നിങ്ങളുടെ ആൾക്കാർ തന്നെ നിങ്ങളെ എത്ര വിളിക്കുന്നു. നിങ്ങളൊരു പ്രത്യേക യൂണിവേഴ്സാണ്. അത് അബദ്ധം പറ്റിയതാണോ? ഞങ്ങള് പോസ്റ്റ് മാറിപ്പോയതാണ്. എന്ത് ക്യാപ്സൂൾ ഇറക്കാൻ പോകുന്നത്? ഞങ്ങളുടെ സർക്കാരിന്റെ മുന്നിൽ ആ വിഷയം എത്തിയിട്ടില്ല. ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ. അതെ, ഞങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ആരുടെ കീഴില? ഞങ്ങളുടെ ആരോഗ്യമന്ത്രിയുടെ കീഴിലാണ്. എന്ത് ഡൗട്ട്? ആരോഗ്യമന്ത്രി ആരുടെ കീഴില? സർക്കാരിന്റെ കീഴിലാണ്. എന്ത് ഡൗട്ട് ഉണ്ടോ? അതിന്റെ തലപ്പത്താര? പിണറായിയാണ്. സംശയം എന്നിട്ടും ഇവർ അറിഞ്ഞില്ല. ആരോഗ്യ വകുപ്പിലിരിക്കുന്ന മന്ത്രി കൊച്ചമ്മ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുന്നില്ല. അത് പിന്നെ ഫേസ്ബുക്കിൽ അറിയും. അതായത് നമ്മുടെ തലസ്ഥാനത്തിരിക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണങ്ങളില്ല എന്ന് വകുപ്പ് മന്ത്രി അറിയുന്നില്ല. വകുപ്പ് മേധാവി സാഹികെട്ട് പോസ്റ്റ് ഇട്ടു. യൂറോളജി വിഭാഗം മേധാവി ഹാരിസ് ചിറക്കൽ. ഹാരിസ് ചിറക്കൽ ആരാ? വേര് തപ്പിപ്പോയപ്പോഴല്ലേ ഒരു ഇടത് ആണെങ്കിൽ സ്മെല്ലടിച്ചു. കണ്ടുപിടിച്ചോണ്ട് വന്ന് കണ്ടല്ലേ? എന്ത് മാത്രമേ കിട്ടിയുള്ളൂ, വേറെ ഒന്നും കിട്ടിയില്ലേ? പിന്നെ ഇടതായാലും വലതായാലും പറയാനുള്ളത് പറയും. ഞങ്ങള് ശ്രദ്ധയിൽപ്പെട്ടാൽ ഞങ്ങൾ അത് അംഗീകരിച്ച് പറയും. ഞങ്ങൾ ശ്രദ്ധിക്കില്ല. പിന്നെ മെഡിക്കൽ കോളേജ് ഇപ്പൊ സാധനമില്ല, ഞങ്ങൾ എത്തിക്കാൻ പോവല്ലേ? ഞങ്ങൾ അന്വേഷണം നടത്തി സാധനം എത്തിക്കേണ്ടത് 9 കൊല്ലമായിട്ട് നിങ്ങൾ അന്വേഷണം നടത്തി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മറ്റേ വയറിനകത്ത് പഞ്ഞി തുന്നി കെട്ടി വെച്ചില്ലായിരുന്നോ? അല്ല, കത്രികയ്ക്ക് കത്രിക വെച്ച് എനിക്കറിയാം എന്താന്ന് വെച്ച് തുന്നി കെട്ടി കൊടുത്തില്ലായിരുന്നു നിങ്ങൾ? ഞങ്ങൾ നല്ലതേ കോഴിക്കോട് മെഡിക്കൽ കോളേജ് അന്ന് മുതൽ ഇവർ അന്വേഷിക്കുക. ഇതുവരെ ഒരു പിഴവും കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിച്ചില്ല. പരിഹരിക്കണമെന്ന് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് തിരുത്തലുകൾ വരുത്തുന്നതായിരിക്കും. 9 കൊല്ലമായിട്ട് നിങ്ങൾ സൂക്ഷ്മമായി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 9 കൊല്ലത്തിനിടയിലെ 9 കൊല്ലത്തിനിടയിലെ നിരവധി പിഴവ്. ഒരു 9 കൊല്ലത്തിനിടയിലെ നിരവധി പിഴവ്. ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ ഞങ്ങൾ അറിയുമെന്ന് ഞങ്ങളടുത്ത് പറയണം. നിങ്ങളോട് പണഞ്ഞിട്ട് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യാത്തത് കൊണ്ട് സഹി കെട്ടങ്ങേര് പോസ്റ്റ് ഇട്ടത് അങ്ങനെയല്ലേ അറിയട്ടെന്ന്. അപ്പോഴല്ലേ നിങ്ങൾ അറിഞ്ഞത്? പിന്നെ നന്നായിട്ട് അറിഞ്ഞു. പോസ്റ്റ് പിൻവലിച്ചതിന് പിന്നെ ആർക്കായാലും ജീവന് പേടി കാണില്ലേടോ? ഞങ്ങൾ കൊല്ലോ. ഞങ്ങൾ കൊല്ലത്തില്ലേ? നിങ്ങൾ വാളുകൊണ്ടും നാക്കുകൊണ്ടും കൊല്ലുന്നവരാണ്. അടുത്ത നവീൻ ബാബു ആണ് ഹാരിസ് ചിറക്കൽ എന്നൊരു കരകമ്പി വന്നിട്ടുണ്ട്. ഞങ്ങൾ സമഗ്രമായി നിങ്ങൾ സമഗ്രമായി അവിടെ അന്വേഷിച്ചോണ്ടിരുന്നു. സുഹൃത്തുക്കളെ, നിങ്ങൾ അറിയുന്നുണ്ടോ ആരോഗ്യ വകുപ്പിൽ നടന്നത്? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ യൂറോളജി വിഭാഗത്തിൽ നടക്കേണ്ടിയിരുന്ന ശസ്ത്രക്രിയകൾ മാറ്റിവെക്കേണ്ടി വന്നു. കാരണം എന്താ? ഡോക്ടർ വരാൻ ലേറ്റ് ആയതല്ല കാരണം. ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഉപകരണങ്ങളില്ല, ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല. അല്ല, നിങ്ങളുടെ പാർട്ടി ഓഫീസിലെ മറ്റേ കൊടുവാളും കൊണ്ടല്ല ഓപ്പറേഷൻ ചെയ്യേണ്ടത്. ഒരു ഉപകരണം ഇല്ലായിരുന്നു, അത്രേ. വടിവാളൊന്നും കൊണ്ടല്ല, ഉപകരണങ്ങളില്ല. ഈ ഉപകരണങ്ങളില്ല എന്ന് ആരോഗ്യ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി അവരുടെ മറ്റേ പ്രൈവറ്റ് സെക്രട്ടറിയെ അറിയിച്ചു, പ്രിൻസിപ്പൽ സെക്രട്ടറിയെ അറിയിച്ചു. ഒരു സെക്രട്ടറിമാരും മന്ത്രിയോട് പറഞ്ഞില്ലെന്ന്. അതങ്ങ് അങ്ങോട്ട് വിശ്വസനീയമല്ല. ഞങ്ങളുടെ മന്ത്രിയുടെ മുമ്പ് എത്തിച്ചായിരുന്നെങ്കിൽ അങ്ങ് പുളുത്തിയാലേ. സർക്കാരിന്റെ മുന്നിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ നടപടി കൊല്ലം കൊണ്ട് അയാള് നിങ്ങളുടെ വകുപ്പ് മന്ത്രിയെ അറിയിക്കാൻ നീക്കം നടത്തുന്നുണ്ട്. നീക്കം നടത്തിയ പോലെ അറിയിക്കേണ്ടത് പോലെ അറിയിക്കണം. എടോ ഈ അപ്പൊ ഈ മറ്റേ പ്രൈവറ്റ് സെക്രട്ടറിയും പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഒക്കെ എന്തിനാ? അത് പിന്നെ അവരെ ശമ്പളം കൊടുത്ത് നിർത്തിയേക്കുന്നത്. ഞങ്ങൾ ഇത്രയും പറയുന്നുള്ളൂ. ഞങ്ങളുടെ മന്ത്രിയുടെ മുന്നിൽ എത്തിയിട്ടില്ല, സർക്കാരിന്റെ മുന്നിൽ. ഈ 9 കൊല്ലത്തിനിടയ്ക്ക് എന്തെല്ലാം വിവാദങ്ങൾ വന്നിട്ടുണ്ടോ അതൊന്നും ഒരു വകുപ്പ് മന്ത്രിമാരും അറിഞ്ഞിട്ടില്ല, സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി അറിഞ്ഞിട്ടില്ല. എനക്കറിയാൻ പാടില്ലപ്പാ. ഒറ്റ ഡയലോഗാ മാധ്യമങ്ങൾ. പിന്നെ എന്തിനാണോ നിങ്ങൾ അതിനകത്ത് കയറി ഇരിക്കുന്നത്? കഴിയില്ല, ഇറങ്ങി പോണോടോ. ഞങ്ങള് ചൊറിയായിരിക്കുന്നത്. നിങ്ങൾ ചരക്കാനിരിക്കുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ടോ? ആ ഡോക്ടർ ചരക്കുന്നവര് പോലും പിന്നെ പണിയെടുക്കും. അതെ, ഹാരിസ് എന്ന് പറയുന്ന ഡോക്ടർ വളരെ സത്യസന്ധനും കഠിനാധ്വാനിയുമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. CPM-കാരനായതുകൊണ്ട് ഇവർക്ക് അതല്ലേ പറഞ്ഞാൽ മതിയാകും. പക്ഷെ അദ്ദേഹം പ്രശ്നക്കാരനാണ് എന്നും മറ്റേ വകുപ്പിനെ അധിക്ഷേപിക്കാൻ നീക്കം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതിക്കാരൊക്കെ കുറെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ മന്ത്രിക്ക് പറയേണ്ടി വന്നു കേട്ടോ, സത്യസന്ധനായ ആളാണെന്ന്. കാരണം മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി അടുത്ത ബന്ധമുള്ള
കരമന ഹരിയുടെ മറ്റേ ബന്ധുവാണ് ഈ ഹാരിസ് ചിറക്കൽ. കഴിഞ്ഞ 15 വർഷമായി സർക്കാർ ആശുപത്രികളിൽ എത്തുന്ന രോഗികളുടെ എണ്ണം, അവർ നടത്തുന്ന സർജറികളുടെ എണ്ണം എന്നിവയൊക്കെ ഞങ്ങൾ ഇനി വിലയിരുത്തും. ഇരുന്ന് ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കും ഞങ്ങൾ. എന്നിട്ട് സർക്കാർ എണ്ണാൻ മാത്രം ഒന്നും ഇല്ലെന്നാ കേൾക്കുന്നത്. അതെ എടോ, സർക്കാർ ആശുപത്രിക്ക് മാറ്റമാണ് മാറി. അതൊക്കെ നമുക്കറിയാം കേട്ടോ. അത് ഈ 14 വർഷത്തെ നിങ്ങളുടെ ഗുണം കൊണ്ട് മാത്രം ഉണ്ടായതൊന്നും അല്ല. സർക്കാർ ആശുപത്രികൾ ഇവരുടെ പിണറായി വന്നപ്പോ മാത്രം ഞങ്ങൾ എന്തൊക്കെ മാറ്റമാണ് മെഡിക്കൽ കോളേജിൽ പോയി നോക്കി. എന്തുമാത്രം നിങ്ങളുടെ ആൾക്കാർ ഭരിച്ചപ്പോഴൊന്നും ഒരു തേങ്ങ ഇവിടെ ഞങ്ങൾ 10 വർഷം കൊണ്ട് വരുത്തിയ മാറ്റം. അതിന് പിന്നെ കോൺഗ്രസ് ആയിരുന്നില്ല. അതിന് മുമ്പ് നിങ്ങൾ അധികാരത്തിൽ ഇരുന്ന സമയത്ത് ഒരു തേങ്ങ അപ്പോൾ ഞങ്ങൾ കുഞ്ഞുഞ്ഞായിട്ട് തുടങ്ങി വെച്ചു. പിന്നെ അത് ഞങ്ങളിപ്പോ അതായത് അയ്യോ എല്ലാം ഇവിടെ സൂര്യൻ ഉണ്ടായതും മറ്റേ പിണറായി വന്നപ്പോഴാ, ആരോഗ്യ വകുപ്പ് ഉണ്ടായതും പിണറായി വന്നപ്പോഴാ, കേരളം ഉണ്ടായതും പിണറായി വന്നപ്പോഴാ. അതവിടെ നിക്കട്ടെ. എടോ ഒരു വകുപ്പ് മേധാവി തന്നെ, ഒരു ഡോക്ടർ തന്നെ ഈ സർക്കാർ ആശുപത്രിയിലെ ഗതികേടിനെ കുറിച്ച് പറയണമെങ്കിൽ എത്രത്തോളം സഹികെട്ടിട്ടായിരിക്കും, എത്രത്തോളം ചെരുപ്പ് തേഞ്ഞിട്ടായിരിക്കും. അതാ ഞങ്ങൾ പറഞ്ഞു. അദ്ദേഹം അദ്ദേഹത്തിന്റെ തെളിവുണ്ട്. അദ്ദേഹം എത്ര കാലം കൊണ്ട് ഇവരുടെ വകുപ്പിനെ ഇതെല്ലാം അറിയിച്ചു എന്നുള്ളതിന്റെ തെളിവ് ആ മനുഷ്യന്റെ കയ്യിലുണ്ട്. അതാ ഞങ്ങൾ പറയാ. ഇവരുടെ വകുപ്പ് മന്ത്രി ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്ക് മറ്റൊരു കാര്യം കൂടെ നമ്മൾ പറയണം. അതായത് ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് ഡൽഹിയിൽ പോയപ്പോൾ കേന്ദ്ര മറ്റേ വകുപ്പ് മന്ത്രിയെ അറിയിക്കാതെ ഞാൻ ചെന്നു, എനിക്കൊരു അപ്പോയിന്റ്മെന്റ് തരുമോ എന്ന് പറഞ്ഞ ആളാണ് ഇവരുടെ മറ്റേ വകുപ്പ് വീണ ജോർജ്. അത്ര ഉത്തരവാദിത്വമുള്ള മറ്റേ വകുപ്പ് മന്ത്രിയാണ്. ഞങ്ങള് മന്ത്രിയെ കൊച്ചാക്കി കാണുന്നു വേണ്ട, വലുതാക്കി കാണും. ഞങ്ങൾ മിന്നൽ പരിശോധന നടത്തിയേ മരുന്നുകൾ ഇല്ലാത്തത് ഞങ്ങൾ കണ്ടു. സ്വന്തം വകുപ്പിന്റെ ഈ മിന്നൽ പരിശോധന മറ്റേ 4-ാം വർഷം 5-ാമത്തെ വർഷം തീരാറായപ്പോഴല്ലേ അങ്ങോട്ട് കയറി പോകുന്നത്. അതുവരെ എന്താ മിന്നൽ പരിശോധനയ്ക്ക് പോകാൻ? പിന്നെ അപ്പോഴേ ബുദ്ധിയൊന്നുമില്ല, പെട്ടെന്ന് വന്ന ഐഡിയ നിങ്ങൾക്കതില്ലല്ലോ. നിങ്ങൾക്കും ഇല്ല മിന്നൽ പരിശോധന. മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പ് വരാറായി, അതുകൊണ്ട് മിന്നൽ പരിശോധനയും റെയ്ഡും ഒക്കെ ഇനി നിങ്ങൾ സ്ഥിരം കാണും. ഞങ്ങളുടെ നാടകങ്ങളൊക്കെ നിങ്ങൾ കാണേണ്ടി വരും. അതല്ല, ആ മിന്നൽ പരിശോധന നടന്നതിന്റെ പിറ്റേ ദിവസമാണ് ഈ സത്യങ്ങൾ പുറത്തു വന്നത്. അതെ അതെ, ഞങ്ങളുടെ വകുപ്പിന്റെ പോരായ്മ ഞങ്ങൾ തന്നെ പുറത്ത് കാണിച്ചു. അതാണ് ഞങ്ങൾ കണ്ടില്ലേ ഞങ്ങൾ അത്ര ബുദ്ധിയുള്ളവരാണ്. അതെ അതെ അതെ. എങ്ങനെയുണ്ട് ഞങ്ങളുടെ കുട്ടി? അതെ അതെ അതെ. ഈ സർക്കാർ ആശുപത്രി ആശ്രയിക്കുന്നവരുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ എത്രത്തോളം മികച്ചതാണെന്നൊക്കെ താൻ നമ്മളോട് കുരയ്ക്കേണ്ട, നമുക്കറിയാം കേട്ടോ. ഞങ്ങളുടെ ഭരണ നേട്ടം ഈ സാധാരണക്കാർ ആശ്രയിക്കുന്നതും ഇവിടുത്തെ സർക്കാർ ആശുപത്രികളെയാണ്. പാവപ്പെട്ടവർ മാത്രമല്ല, അപ്പം അവിടെ കൃത്യമായ കാര്യങ്ങൾ നടപ്പാക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? നിങ്ങളുടെ ഉത്തരവാദിത്തം. പക്ഷെ ഇവര് പറയുന്നുണ്ടല്ലോ, ഇവര് പറഞ്ഞായിരുന്നു മറ്റേ ഇപ്പൊ ഈ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാത്ത കാര്യം ഞങ്ങളുടെ വകുപ്പ് മന്ത്രി അറിഞ്ഞില്ലെന്ന്. പക്ഷേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജില് മറ്റേ ഇവരുടെ വകുപ്പ് മന്ത്രിക്കും വകുപ്പ് മന്ത്രിയുടെ ഉദ്യോഗസ്ഥർക്കും മറ്റേ PR ടീം ഒക്കെ ഉണ്ടല്ലോ, അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ചികിത്സയ്ക്ക് വരുമ്പോൾ നിന്ന നിൽപ്പിലാണ് മെഡിക്കൽ കോളേജിലോട്ട് വിളിക്കുന്നത്. ഞങ്ങളുടെ ആൾക്കാർ വരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചോണമെന്ന്. അപ്പൊ മാത്രം നിങ്ങൾക്ക് ഈ ഡോക്ടർമാരെ വിളിച്ച് സംസാരിക്കാം. അല്ലാതെ അവര് പരാതി പറയാൻ വരുമ്പോ നിങ്ങൾക്ക് കേൾക്കാൻ വയ്യല്ലയോ? നിങ്ങൾ എന്താ നിങ്ങളുടെ മറ്റവർക്ക് മാത്രം ഇവിടെ ചികിത്സ കിട്ടിയാൽ മതിയോ? മതിയായ ചികിത്സ, നല്ല ചികിത്സ. പിന്നെ ഹോൾഡ് എവിടെ പോയാലും ഹോൾഡ് ഉണ്ടെങ്കിൽ അതെ അതെ, അങ്ങനെയാണല്ലോ എല്ലാം പിൻവാതിലാണല്ലോ. അതെ, അത് ആര് ഭരിച്ചാലും അങ്ങനെ തന്നെ. കോൺഗ്രസ് ആയാലും സ്വന്തം കാര്യം, സ്വന്തം ആൾക്കാർക്ക് മുൻഗണന നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ നല്ല ചികിത്സ കൊടുക്കുന്നുണ്ട് എന്ന് ഞങ്ങൾ അവകാശപ്പെടുമ്പോൾ അവകാശം മാത്രമേ ഉള്ളൂ, സത്യമല്ലേ? ആണ്, ഞങ്ങൾ അവകാശപ്പെടുന്നു, ഞങ്ങൾ തന്നെ കൊടുക്കുന്നു. എല്ലാവരും ഞങ്ങളുടെ എല്ലാ തുറയിൽ നിന്നുള്ളവരും വരുന്നുണ്ട് അങ്ങോട്ട്. പങ്കായത്തിനടിക്കും. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ആളുകൾ MRIക്ക് ഉൾപ്പെടെ പക്ഷെ ഇവിടെ മുഖ്യമന്ത്രി ഉള്ളത് വിദേശ രാജ്യത്തോട്ടാ പോകുന്നത്. കേരളം കേരളത്തിന്റെ നമ്പർ 1 ആരോഗ്യ മേഖലയാണെന്ന് പറയുകയും ചെയ്യും. പക്ഷെ ഇവിടെ ഒരു കപ്പിത്താൻ ഉള്ളത് അമേരിക്കയിലേ പോത്തുള്ളൂ. ആ ബൂർഷ്വാ രാജ്യത്ത് മാത്രമേ പോയി ചികിത്സ ചെയ്യുള്ളൂ. അത് പിന്നെ അവിടുത്തെ ചികിത്സയ്ക്ക് പെട്ടെന്ന് ഭേദമാകും. ഇവിടെ ആകുമ്പോ കുറച്ച് കാലതാമസം വരും. സാധാരണക്കാർക്ക് കുറച്ച് കാലതാമസം ആകാം, അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ നേരിടാം. മെഡിക്കൽ കോളേജിൽ വന്നെടുക്കുന്ന ആളുകൾ എന്തോന്ന് തിരക്ക്, കാരണം എല്ലാരും ആശ്രയിക്കുന്നു. എല്ലാരും തറവാട്ടിൽ നിന്നും അല്ലല്ലോ അതിന് കാശെടുത്ത് കൊടുക്കുന്നത്, ജനങ്ങളുടെ നികുതി കാശ് തന്നെയല്ലേ. ഞങ്ങൾ തൈക്കണ്ടിന്ന് എടുത്തു പറഞ്ഞോ? അല്ല, എത്ര പേര് വരുന്നെന്ന് പറഞ്ഞോണ്ട് അവര് നിറഞ്ഞു നിൽക്കുന്നു. അതിന്റെ അർത്ഥം എന്താ? അവർ ആശുപത്രി ആശ്രയിക്കുന്നു. അവർക്ക് അത്രയും വിശ്വാസമാണ് മെഡിക്കൽ കോളേജിനെ. അത് മെഡിക്കൽ കോളേജിലാണ് ഇമാതിരി പരിപാടി നടക്കുന്നത്. ഞങ്ങളുടെ ഭരണ നേട്ടം. അതെ, ശസ്ത്രക്രിയക്ക് ഉപകരണമില്ല,
കഞ്ഞിയില്ല, തുന്നാൻ നൂലില്ല. അത് പിന്നെ ഈ പറയുന്ന രോഗികൾ തന്നെ കാശ് മുടക്കി ഈ എക്യുപ്മെന്റ്സ് വാങ്ങിച്ചോണ്ട് കൊടുക്കണം. ഇതൊക്കെ നമ്മള് കയ്യിന്നിട്ട് പറഞ്ഞതൊന്നുമല്ല, ഡോക്ടർ തന്നെ പോസ്റ്റ് ഇട്ടതാ. ഒരു ശസ്ത്രക്രിയ എന്തോ മുടങ്ങിയതിനാണ് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയ ആണോ മാറ്റിവെച്ചത്? കുറച്ച് ശസ്ത്രക്രിയ മുടങ്ങിയതിനാണ് ഇത്. എത്രയും പെട്ടെന്ന് ചികിത്സ, ശസ്ത്രക്രിയ വേണ്ട ആൾക്കാരുടെ ശസ്ത്രക്രിയയാണ് മാറ്റിവെക്കേണ്ടി വന്നത്. മനസ്സിലായോടോ? ഞങ്ങള് സമഗ്രമായി പഠിക്കും, അതെ, അന്വേഷിക്കും, നൂതനമായ കാര്യങ്ങൾ ഞങ്ങൾ അവലംബിക്കും. ഇത് നടക്കുന്നുള്ളൂ, ഈ വാചകപടി മാത്രമേ നടക്കുന്നുള്ളൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാർഡിയോ ചികിത്സ നടത്തുന്ന ആരോഗ്യ സ്ഥാപനമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേട്ടോ, കാർഡിയോളജിസ്റ്റുകൾ സംഘടന തന്നെ കണ്ടെത്തിയ കാര്യമാണിത്. ഇത്രയും നേട്ടങ്ങൾ ഞങ്ങൾക്കുണ്ട്, ചുമ്മാ ഇഴക്കെട്ടി കാണിക്കുന്നു വേണ്ട. ഇന്ത്യയിൽ ഏറ്റവും അധികം തുകയ്ക്ക് സൗജന്യ ചികിത്സ നൽകിയ സംസ്ഥാനമാണ് കേരളം. അത് കേന്ദ്രം വരെ സമ്മതിച്ച കാര്യമാണ്. ആർദ്രം പദ്ധതിയിലൂടെ 1000-ൽ പരം തസ്തികകൾ ഞങ്ങൾ സൃഷ്ടിച്ചു. ഇത്രയും മികവുള്ള ഞങ്ങളുടെ മെഡിക്കൽ കോളേജിന് ഒരു കുഞ്ഞു കാര്യത്തിന്റെ പേരിൽ നിങ്ങൾ ഇങ്ങനെ തള്ളിക്കളയരുത്. കുഞ്ഞാരിയല്ല, വലിയ ശസ്ത്രക്രിയ നടത്തേണ്ട മനുഷ്യന്മാരുടെ ജീവിതം വെച്ചാണോ ഒരു പിഴവ് വന്നു പോയി. അത് ഞങ്ങളുടെ മന്ത്രിയുടെ മുന്നിൽ എത്തിയില്ല. ഇതൊക്കെ എഴുതി പഠിച്ചോണ്ട് വന്നു, അതവിടെ നിൽക്കട്ടെ. മറ്റേ ഈ കാരുണ്യയിലെ കാശ് കൊടുക്കാത്തോണ്ട് മരുന്നുകളില്ല. എന്തെങ്കിലും കാരുണ്യയുടെ കാശ് കൊടുക്കാത്തത് കേന്ദ്രം തരണില്ല. കേന്ദ്രം ഞെരുക്കയല്ലേ നമ്മളൊക്കെ, ഇങ്ങനെയല്ലേ ഞെരുക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് ചെയ്യാനാണ്? രക്ഷയില്ല. കഴിഞ്ഞു? ഇല്ല, കുറച്ചുകൂടി കുറച്ച് കഴിഞ്ഞു. ഇല്ല, കുറച്ചില്ല, ഇനി കുറച്ചുകൂടി കുറയ്ക്കട്ടോ. ഒരാള് കുറച്ചതിന്റെ ഇപ്പം മന്ത്രി വീണ ജോർജ് നിപ്പി വന്നിട്ടുണ്ട്, മൂട്ടിൽ തീ പിടിച്ച്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളെല്ലാം പരിശോധിക്കും. പരിശോധിച്ച് തീരാറായി. ഇനി ഒരു കൊല്ലത്തിന്റെ ഇമ്മിണിയും കൂടെ ബാക്കിയുള്ളൂ. അടുത്ത 5 വർഷം കിട്ടുമെന്ന് വിചാരിച്ചോണ്ടിരിക്കുവാണോ ഇതെല്ലാം പരിശോധിക്കാനായിട്ട്? ഞങ്ങൾ അടുത്ത 5 വർഷം ഈ സർക്കാർ ആശുപത്രിയൊക്കെ ഞങ്ങൾ സ്വർഗമാക്കും. പിന്നെ ഇവിടെ ഒരൊറ്റ രോഗി അടുത്ത മറ്റേ 5 വർഷം കൂടെ കൊടുത്താൽ ഇവര് മറ്റേ എക്യുപ്മെന്റ്സ് ഇല്ലേലും മറ്റേ ആ വടിവാളും TPA കൊന്ന വാളും ഒക്കെ കൊടുക്കും. ശസ്ത്രക്രിയ നടത്തിയാ പോരെ, അത് എന്തും കൊണ്ടായാലും എന്താ ഇപ്പൊ. അടുത്ത 5 വർഷം ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ രോഗികൾ പാടില്ല, ഒരൊറ്റ രോഗി പോലും പാടില്ല. എല്ലാവർക്കും ആരോഗ്യം, എല്ലാവർക്കും സുഖം, ഇതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അത് നടപ്പിലാക്കാൻ അടുത്ത 5 വർഷം നിങ്ങൾ കാണുന്ന കിനാശേരി, അതെ, ആ കിനാശേരി നിങ്ങൾ കൊടുക്കണം. ഈ മെഡിക്കൽ കോളേജ് ഒഴിഞ്ഞു കിടക്കണം, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതെ, ഒന്ന് കളയോടോ എല്ലാത്തിനെയും കൂടെ. അങ്ങനെയല്ല, ഞങ്ങള് എല്ലാവർക്കും സുഖം, സന്തോഷം, സമാധാനം. 10 വർഷത്തെ സുഖം തന്നെ നമുക്ക് താങ്ങാൻ വയ്യ കേട്ടോ. അത് നിങ്ങൾ അസൂയക്കാര് പറയുന്നത്, പക്ഷെ ശരിക്കും ആഹ്ലാദിക്കുന്നവരുണ്ട്. അടിമകൾ മാത്രം, അടിമകൾ കുടിമകൾ. കുറച്ച് കഴിഞ്ഞു? ഇല്ല, കുറച്ചില്ല, ഇനിയും കുറയ്ക്കാണ്ട്. സ്വന്തം ആൾക്കാരെ എന്നെ തെറി വിളിച്ചോളെ. ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് എന്താ സംഭവിച്ചത്? ലജ്ജാകരം. ശസ്ത്രക്രിയ നടക്കാൻ കഴിയാതെ വന്നത് ഞാൻ ലജ്ജിക്കുന്നു എന്നാണ് ഡോക്ടർ പറഞ്ഞത്. സങ്കടം ഉണ്ടെന്ന്. പിന്നെ സങ്കടം ഉണ്ടാകത്തില്ല, അങ്ങനെ ഒരു ഡോക്ടറാണ്. മനുഷ്യജീവന്റെ വില എന്താണെന്ന് അറിയാം. ഞങ്ങള് നോക്കാം, നോക്കിയിട്ട് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം, പേടിക്കണ്ട. അതുവരെ ആ രോഗിയോട് അവിടെ കിടന്നോളാം പറ. ഞാൻ പോയി നോക്കിട്ട് ബാക്കി അങ്ങോട്ട് മാറി നിന്ന് കൊലക്കേടെ മൂട്. ഒലക്കര മൂട്.